സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ ആയിട്ട് പഠിക്കാൻ തന്നിരിക്കുന്ന കാറ്റുകൾ എന്ന ടോപ്പിക്കിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ലേറ്റസ്റ്റ് PSC ബുള്ളറ്റിനിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് കാലികവാതങ്ങൾ. എന്താണ്? കാലികവാതങ്ങൾ. കാലികവാതങ്ങൾ എന്താണ്? നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെ കാലികവാതങ്ങൾ എന്ന് വിളിക്കുന്നു. ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാലികവാതത്തിന് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. അപ്പോൾ ഒരു കാലികവാതത്തിന് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. പ്രത്യേകത, ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാലികവാതത്തിന് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാലികവാതത്തിന് ഉദാഹരണം മൺസൂൺ കാറ്റുകൾ. ഡാഷ് എന്ന അറബി പദത്തിൽ നിന്നുമാണ് മൺസൂൺ എന്ന പദം രൂപം കൊണ്ടത്. മൺസൂൺ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിലെ വാക്കിൽ നിന്നുമാണ്? അറബി ഭാഷയിലാണ്. അറബി ഭാഷ. മൗസീം. മൗസീം എന്ന അറബി വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപം കൊണ്ടത്. മൗസീം എന്ന അറബി വാക്കിൽ നിന്നുമാണ് മൺസൂൺ എന്ന പദം രൂപം കൊണ്ടത്. കാലത്തിനൊത്ത് ദിശ മാറാവുന്ന കാറ്റുകൾ എന്നർത്ഥം വരുന്ന കാറ്റുകളാണ് ഡാഷ്. കാലത്തിനൊത്ത് ദിശ മാറാവുന്ന കാറ്റുകൾ, മൺസൂൺ കാറ്റുകൾ. കാലത്തിനൊത്ത് ദിശ മാറാവുന്ന കാറ്റുകൾ എന്നർത്ഥം വരുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. അറബി പണ്ഡിതനായ ഡാഷ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായിട്ട് നിർണയിച്ചത്. ഹിപ്പാലസ് ആണ്. ഹിപ്പാലസ് ആണ്. അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായിട്ട് നിർണയിച്ചത്. ഇതിൽ ഓരോ പോയിന്റ്സും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രത്യേകം തന്നെ നോട്ട് ചെയ്യണം. അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായിട്ട് നിർണയിച്ചത്. കാലത്തിനൊത്ത് ദിശ മാറാവുന്ന മൺസൂൺ കാറ്റുകളുടെ കയ്യിൽ സന്ദേശം കൊടുത്തുവിടുന്നെന്ന ഭാവനയിലുള്ള കാവ്യമാണ് കാളിദാസന്റെ മേഘസന്ദേശം. കാളിദാസന്റെ മേഘസന്ദേശം. കാലത്തിനൊത്ത് ദിശ മാറാവുന്ന മൺസൂൺ കാറ്റുകളുടെ കയ്യിൽ സന്ദേശം കൊടുത്തുവിടുന്നു എന്ന ഭാവനയിലുള്ള കാവ്യം. ആരുടെ കാവ്യമാണ്? കാളിദാസന്റെ മേഘസന്ദേശം. ഇന്ത്യയിൽ ഡാഷ് മുതൽ ഡാഷ് വരെയാണ് മൺസൂണിന്റെ പ്രഭാവം. ഇന്ത്യയിൽ മൺസൂൺ എന്ന് പറയുന്നത് ജൂൺ മുതൽ നവംബർ വരെയാണ്. ജൂൺ മുതൽ നവംബർ വരെയാണ് ഇന്ത്യയിൽ മൺസൂണിന്റെ പ്രഭാവം. ജൂൺ മുതൽ നവംബർ വരെയാണ്. ജൂൺ മുതൽ നവംബർ വരെ. ഇന്ത്യയിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ വീശുന്നത് ഡാഷ് മുതൽ ഡാഷ് വരെയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ വീശുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ വീശുന്നത്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഡാഷ് എന്നറിയപ്പെടുന്നു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇടവപ്പാതി അഥവാ കാലവർഷം എന്ന് അറിയപ്പെടുന്നു. ഇടവപ്പാതി അഥവാ കാലവർഷം എന്നറിയപ്പെടുന്നു. എന്ത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇടവപ്പാതി അഥവാ കാലവർഷം എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ വീശുന്നത് ഡാഷ് മുതൽ ഡാഷ് വരെയാണ്. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ വീശുന്നത്. ഒക്ടോബർ മുതൽ നവംബർ വരെ. കേരളത്തിൽ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ ഡാഷ് എന്നറിയപ്പെടുന്നു. കേരളത്തിൽ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ് തുലാവർഷം എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ തുലാവർഷം എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിൽ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് ഡിസംബർ ആണ്. ഇന്ത്യയിൽ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് ഡിസംബർ. അടുത്ത ചോദ്യം, ഡാഷ് സമയത്താണ് താഴ്വര കാറ്റുകൾ ഉണ്ടാകുന്നത്. താഴ്വര കാറ്റുകൾ ഉണ്ടാകുന്നത്
പകൽ സമയത്താണ് താഴ്വര കാറ്റുകൾ ഉണ്ടാകുന്നത്. പകൽ സമയത്താണ് താഴ്വര കാറ്റുകൾ ഉണ്ടാകുന്നത്. ഡാഷ് സമയത്താണ് പർവ്വതക്കാറ്റുകൾ ഉണ്ടാകുന്നത്. പർവ്വതക്കാറ്റുകൾ ഉണ്ടാകുന്നത് രാത്രിയാണ് പർവ്വതക്കാറ്റുകൾ ഉണ്ടാകുന്നത്. അപ്പൊ താഴ്വരക്കാറ്റുകൾ, പർവ്വതക്കാറ്റുകൾ ഇതെല്ലാം SCERT പോയിന്റ്സും കൂടിയാണ്. താഴ്വരക്കാറ്റുകൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? പകൽ സമയത്താണ്. പർവ്വതക്കാറ്റുകൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? രാത്രി. മറ്റ് കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ഒരു ചെറിയ പ്രദേശത്ത് മാത്രം വീശുന്ന കാറ്റുകൾ പ്രാദേശികവാദങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ വിൻഡ്സ് എന്ന് അറിയപ്പെടുന്നു. പ്രാദേശികവാദങ്ങൾ അഥവാ ലോക്കൽ വിൻഡ്സ് എന്താണ്? മറ്റ് കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ഒരു ചെറിയ പ്രദേശത്ത് മാത്രം വീശുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ അഥവാ ലോക്കൽ വിൻഡ്സ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ചിനൂക്ക് എന്താണ്? ഉഷ്ണക്കാറ്റാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ചിനൂക്കാണ്. ചിനൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മഞ്ഞു തിന്നുന്നവൻ എന്നാണ് ചിനൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം PSC സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ചിനൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മഞ്ഞു തിന്നുന്നവൻ. ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലത്തിലെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ പ്രാദേശികവാദമാണ് ചിനൂക്ക്. ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലത്തിലെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ പ്രാദേശികവാദം ഏതാണ്? ചിനൂക്കാണ്. ചിനൂക്ക്. ആൽപ്സ് പർവ്വതനിരയുടെ വടക്ക് ഭാഗത്ത് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫൊൻ. ഫൊൻ എവിടെയാണ്? ആൽപ്സ് പർവ്വതനിരയുടെ വടക്ക് ഭാഗത്ത് വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ഫൊൻ ആണ്. ഫൊൻ നമ്മൾ നേരത്തെ പഠിച്ചത് ഏതാണ്? ചിനൂക്കാണ്. ചിനൂക്ക് എവിടെയാണ്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയിലൂടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഫൊൻ ആൽപ്സ് പർവ്വതനിരയുടെ വടക്ക് ഭാഗത്ത് വീശുന്ന ഉഷ്ണക്കാറ്റാണ്. രണ്ടും ഉഷ്ണക്കാറ്റാണ്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ. ഹർമാറ്റൻ എന്താണ്? ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ. ആഫ്രിക്കയിലെ ജനങ്ങൾ ഡോക്ടർ എന്ന് വിളിക്കുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ഹർമാറ്റൻ ആണ്. ഹർമാറ്റൻ. ബെർഗ് എന്ന ഉഷ്ണവാദം ഡാഷ് പ്രദേശത്ത് വീശുന്നു. ബെർഗ് എന്ന ഉഷ്ണവാദം. ബെർഗ് എവിടെയാണ്? ആഫ്രിക്കയിലാണ്. ആഫ്രിക്ക. ആൻഡീസ് പർവ്വതനിരകളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് സൊൻറ്റ. സൊൻറ്റ എന്നത് എവിടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ്? ആൻഡീസ് പർവ്വതനിരകളിൽ. ആൻഡീസ് പർവ്വതനിരകളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് സൊൻറ്റ. ആൻഡീസ് പർവ്വതനിരകളിൽ വീശുന്ന ശൈത്യ ഉഷ്ണക്കാറ്റാണ് പുണ. ആൻഡീസ് പർവ്വതനിരകളിൽ വീശുന്ന ശൈത്യ ഉഷ്ണക്കാറ്റാണ് പുണ. ആൻഡീസ് പർവ്വതനിരകളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് സൊൻറ്റ. ആൻഡീസ് പർവ്വതനിരകളിൽ വീശുന്ന ശൈത്യ ഉഷ്ണക്കാറ്റാണ് പുണ. അടുത്തത് ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലു. എവിടെ? ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ലു. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഡാഷ് എന്ന ഉഷ്ണവാദം ഉത്തരേന്ത്യൻ സമതലത്തിലെ വേനലിന്റെ തീഷ്ണത കൂട്ടുന്നു. ഏതാണ്? ലൂ ആണ്. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ലൂ എന്ന ഉഷ്ണവാദം ഉത്തരേന്ത്യൻ സമതലത്തിലെ വേനലിന്റെ തീഷ്ണത കൂട്ടുന്നു. അപ്പൊ ഉത്തരേന്ത്യൻ സമതലത്തിലെ വേനലിന്റെ തീഷ്ണത കൂട്ടുന്നത് ഏതാണ്? ലൂ ആണ്. ലൂ. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ നിന്ന് വീശുന്ന പ്രാദേശികവാദമാണ് മാംഗോ ഷവർ. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ നിന്നും വീശുന്ന പ്രാദേശികവാദമാണ് മാംഗോ ഷവർ. മാങ്ങ പഴുക്കുന്നതിനും പൊഴിക്കുന്നതിനും കാരണമാകുന്ന കാറ്റാണ് മാംഗോ ഷവർ. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ നിന്ന് വീശുന്ന പ്രാദേശികവാദം മാംഗോ ഷവർ. മാങ്ങ പഴുക്കുന്നതിനും പൊഴിക്കുന്നതിനും കാരണമാകുന്ന കാറ്റാണ് മാംഗോ ഷവർ. ആസാം, ബംഗാൾ, ബീഹാർ തുടങ്ങിയ മേഖലകളിൽ വീശുന്ന ഇടിമിന്നലോട് കൂടിയ പ്രാദേശികവാദമാണ് കാൽ ബൈശാഖി. വൈശാഖ മാസത്തിലെ അത്യാഹിതം എന്നും അറിയപ്പെടുന്നു.
എവിടെയൊക്കെയാണ്? ആസാം, ബംഗാൾ, ബീഹാർ. ആസാം, ബംഗാൾ, ബീഹാർ തുടങ്ങിയ മേഖലകളിൽ വീശുന്ന ഇടിമിന്നലോടുകൂടിയ പ്രാദേശികവാദമാണ് കാൽബൈശാഖി. കാൽബൈശാഖി എന്നാൽ അർത്ഥം എന്താണ്? വൈശാഖ മാസത്തിലെ അത്യാഹിതം എന്നാണ്. വൈശാഖ മാസത്തിലെ അത്യാഹിതം. ദക്ഷിണ കാലിഫോർണിയയിൽ വീശുന്ന ശൈത്യക്കാറ്റാണ് സൗത്തേർലി. ദക്ഷിണ കാലിഫോർണിയയിൽ വീശുന്ന ശൈത്യക്കാറ്റാണ് സൗത്തേർലി. ബസ്റ്റർ കാംസിൻ എന്ന ഉഷ്ണവാതം ഈജിപ്തിൽ വീശുന്നു. ഏതാണ്? ബസ്റ്റർ കാംസിൻ. ദക്ഷിണ പൂർവ ഫ്രാൻസിൽ വീശുന്ന ശൈത്യക്കാറ്റാണ് മിസ്ട്രൽ. മിസ്ട്രൽ എവിടെയാണ്? ദക്ഷിണ പൂർവ ഫ്രാൻസിൽ വീശുന്ന ശൈത്യക്കാറ്റാണ് മിസ്ട്രൽ. പാംപെറോ എന്ന ശൈത്യക്കാറ്റ് വീശുന്നത് ഡാഷ് പ്രദേശത്താണ്. എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ് പാംപെറോ. എവിടെയാണ്? തെക്കേ അമേരിക്ക. ശൈത്യക്കാറ്റാണ്. അറേബ്യൻ ഉപദ്വീപിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് സിമോൺ. സിമോൺ എന്നത് എവിടെയാണ്? അറേബ്യൻ ഉപദ്വീപിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് സിമോൺ. സുഡാനിൽ ഉപദ്വീപിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഹബൂബ്. എവിടെയാണ്? സുഡാനിൽ ഉപദ്വീപിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഹബൂബ്. ബോറ എന്ന ശൈത്യക്കാറ്റ് വീശുന്ന പ്രദേശം വടക്കൻ ഇറ്റലിയാണ്. ബോറ എന്ന ശൈത്യക്കാറ്റ് വീശുന്ന പ്രദേശം വടക്കൻ ഇറ്റലി. ബ്ലിസാർഡ് എന്ന പ്രാദേശികവാദം വീശുന്ന പ്രദേശങ്ങളാണ് കാനഡ, USA. ബ്ലിസാർഡ്, കാനഡ, USA. സഹാറയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് സിറോക്കോ. സഹാറയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് സിറോക്കോ. പകൽ സമയത്ത് കടലിനെ അപേക്ഷിച്ച് കര വളരെ വേഗം ചൂടാകുന്നു. പകൽ സമയത്ത് കടലിനെ അപേക്ഷിച്ച് കര വളരെ വേഗം ചൂടാക്കുന്നു. കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റുകളാണ് കരക്കാറ്റ്. കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റുകൾ കരക്കാറ്റുകളാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് തന്നിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.